ഇന്നത്തെ സ്പെഷ്യൽ മാത്യൂസ് കേക്ക് ആണ്. അപ്പൊ മാത്യൂസ് കേക്കിന്റെ ട്രെൻഡൊക്കെ പോയി കഴിഞ്ഞു. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. ആദ്യമായിട്ട് ഞാനൊരു അര ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ് ആണ് സെയിം എല്ലാ അളവിലും എടുക്കുന്നുള്ളത്. പിന്നെ ബേക്കിംഗ് പൗഡർ ആണ് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ആ പൗഡർ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഞാനിപ്പം വീഡിയോ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആ സെയിം തന്നെ ഞാനും അളവുകൾ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ എക്സാക്ട് ടേസ്റ്റ് എന്താണെന്ന് അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ആ കറക്റ്റ് അളവിൽ നിന്ന് ഒട്ടും മാറ്റാതെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ഞാൻ ഫ്രിഡ്ജിന്റെ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുള്ളതാണ്. അതിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നല്ലപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് ഇനി ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മുടെ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത് വരുമ്പോഴത്തേനും അതിലോട്ട് നമുക്ക് ബട്ടർ ചേർക്കണം. ബട്ടർ ചേർക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് കട്ടിയായിട്ടുള്ളതും ആവരുത്, പുറത്ത് വെച്ച് ലൂസ് ആയിട്ടുള്ളതും ആവരുത്. അപ്പം ബട്ടർ നമ്മളൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നോക്കി വേണം ചേർക്കാൻ. ഇപ്പൊ നമ്മുടെ പഞ്ചസാര നല്ലപോലെ മിക്സ് ആയി വന്നപ്പോൾ അതിലോട്ട് 50 ഗ്രാം ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയതാ, എന്നെങ്കിലേ ആ ഒരു നമ്മുടെ കറക്റ്റ് പരുവത്തിന് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരു പാലൊക്കെ പിരിഞ്ഞൊരു പരുവത്തിൽ വരും, അത് കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മുടെ ഒരു നേരത്തെ ചെയ്തു വെച്ച ആ പൊടി എല്ലാം കൂടെ ഒരു 3 തവണയായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നല്ലപോലെ ഒന്ന് അതും എല്ലാം കൂടെ മിക്സ് ആവും. ഒന്നിച്ചിട്ട് വരുമ്പോഴത്തേന് അത്രയും ഇതാവത്തില്ല. അതുകൊണ്ടാണ് ഈ 3 തവണയായിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് പാല്, ഞാനിപ്പോ ഒരു 2 ടീസ്പൂൺ പാലൊക്കെ ഒഴിക്കുന്നുണ്ട് അതിലോട്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏതാണോ കേക്ക് ചെയ്യാനുള്ള ട്രേ, അതിൽ കുറച്ച് ബട്ടർ തന്നെ ഞാൻ ഗ്രീസ് ചെയ്യുന്നത്, ടേസ്റ്റ് ഡിഫറൻസ് വരണ്ടാന്ന് വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പറും വെച്ച് ആ കേക്കിന്റെ ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് തിക്കാണ്, നോർമലുള്ള കേക്കിന്റെ ബാറ്ററിനെക്കാട്ടി കുറച്ചുകൂടെ തിക്കാണ്. അതുകൊണ്ട് സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓവൻ ഇല്ലാതാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓവൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു അലുമിനിയം ചരിവും വെച്ച് അതിൽ റിങ്ങും വെച്ച് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ കേക്കിന്റെ ട്രേയും കൂടെ അതിൽ വെച്ച് ഒരു 10-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തെ തന്നെ കേക്ക് ആയി വരും. ആ സമയം കൊണ്ട് നമുക്ക് അതിന്റെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെയിം ആ മൈദ എടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ബട്ടർ ഒരു 50 ഗ്രാം ഇപ്പൊ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലാണ്, പക്ഷെ ഞാൻ കുറഞ്ഞു പോകണ്ടെന്ന് കരുതി ആ അളവ് എടുത്തതാണ്. എന്നിട്ട് അതിലോട്ട് അത് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് അതിലോട്ടൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടി ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വിസ്കും കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററും കൊണ്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ എന്താ പറയാ ഇതായിട്ട് തന്നെ അടിച്ചെടുക്കണേ. ഇപ്പൊ നമ്മുടെ കേക്ക് ദേ ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ആ ഒരു മോൾ ഭാഗം ഞാൻ റൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ആ മോൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഇപ്പൊ ആ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ നമ്മളിപ്പോ ബട്ടറും കൊണ്ട് ചെയ്തു വെച്ചത് നമ്മുടെ ഈ കേക്കിന്റെ മോൾ ഭാഗത്തോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ടൂൾസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂണും സ്പാറ്റിലൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അധികം എന്താ പറയാ ഡെക്കറേഷൻ ഒന്നും ചെയ്യാനുള്ള സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ വലിയ അങ്ങ് എന്താ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് വൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെൽറ്റ് ആയി പോകുന്ന കേക്കാണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഒരു സ്മൈലി ആക്കി വെച്ചിട്ടുണ്ട്, ചിരിക്കുന്ന കേക്ക്. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം, അല്ലാതെ നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടത് ആ ഇങ്ങനെ ചെയ്തിട്ട് ഉടനെ തന്നെ കഴിച്ചത് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. മറ്റേതെന്ന് പറയുമ്പോൾ ഈ ഒരു ബട്ടർ ഒന്ന് ഹാർഡൻ ആയിട്ടൊരു ഇതാ വരുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല മെൽറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാ. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് പറയണേ. ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. താങ്ക്